വിശ്വാദെ കോൾ വരുന്നു. കോള് വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, ഇത് സ്പാം കോളാ. ഈ സമയത്ത് എന്ത് സ്പാം കോളാ? ഈ കറി നന്നായിട്ടുണ്ടായിരുന്നു, കുറച്ച് തരുമോ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാലോ? വേണ്ട വേണ്ട, പിന്നെ നമ്മുടെ വീട്ടുകാരെ അവര് പറയൂ. ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. ഈ സിന്ധു എന്തിനാ എന്നെ വിളിച്ചതിപ്പോ? രാത്രി എന്റെ മേത്ത് കാലിടുന്ന കാര്യം പറഞ്ഞാലോ? ഇവളോട് ആ സിന്ധുവിനെ കുറിച്ച് വല്ലതും പറയണോ വേണ്ടയോ? വേണ്ട വേണ്ട, ആദ്യം തന്നെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ ആകെ പ്രശ്നമാവും. ഈ പെണ്ണിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ എന്താ സംസാരിക്കുക? വിശ്വ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ഇനി എങ്ങാനും ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറയാൻ പോകണോ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. എന്റെ വീട്ടുകാരെ എനിക്ക് പാചകം അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ കിച്ചണിലേക്ക് പോയിട്ട് പോലുമില്ല. ബട്ട് പഠിച്ചോളാം, അത് ഉറപ്പാ. അതൊന്നും പ്രശ്നമല്ല, വിൽ ടേക്ക് കെയർ. നീ നന്നായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നേ. താങ്ക്സ്. ഒരു കാര്യം കൂടിയുണ്ട്. എന്തുറ്റി? നിന്റെ നമ്പർ വേണമായിരുന്നു. ഞാൻ തന്നെ നിന്റെ അടുത്ത് ചോദിക്കാനിരിക്കുകയായിരുന്നു. തന്റെ നമ്പർ പറയോ? ഞാൻ മിസ് കോൾ അടിക്കാം. 8364. സേവ്ഡ്. ഇതന്നെയല്ലേ നിന്റെ വാട്സ്ആപ്പ് നമ്പറും? ഇത് തന്നെയാ. ഓക്കെ. വേറൊരു കാര്യം കൂടി. ഇനിയുണ്ടോ? എന്ത് കാര്യം? ഞാൻ പകല് മുഴുവനും സാരിയിലായിരിക്കും, പക്ഷെ രാത്രി മാത്രം ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. നിനക്ക് ഓക്കെ അല്ലേ? നീ എന്തീ സംസാരിക്കുന്ന പോലെ? നിന്റെ കംഫർട്ടാണ്, നിനക്ക് എങ്ങനെ ഇഷ്ടമാണോ നീ അങ്ങനെ ഇട്ടോ. നൈറ്റ് മാത്രമല്ല, പകല് പോലും നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇതിനൊക്കെ ആരെങ്കിലും പെർമിഷൻ ചോദിക്കുവോ? അങ്ങനെയൊന്നുമില്ല. താങ്ക്സ്. പക്ഷേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സിനെക്കാട്ടിലും സാരിയിലായിരിക്കും സുന്ദരി. ദിസ് ഈസ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ നിനക്കുണ്ടല്ലോ, ഡ്രസ്സിനെക്കാട്ടിലും സാരി അടിപൊളിയായിരിക്കും കേട്ടോ. ഒരുപാട് സ്ട്രെസ് ആവണ്ട ബാല, ഇത് നിന്റെ വീടാണ്. നിനക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോ. എന്തെങ്കിലും വേണം എന്നോട് ചോദിക്കുക. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ നല്ല ടൈപ്പാണല്ലോ. മേത്ത് കാലിടുന്ന കാര്യം കൂടെന്ന് പറഞ്ഞാലോ? അത് വേണ്ട, ചിലപ്പോ ഇൻസെക്യൂർഡായിട്ട് തോന്നിപ്പോകും. നോക്കാം, ഇന്നും കൂടി. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ഇവളിങ്ങനെ? നമ്മളെന്താ സ്കൂൾ പ്രിൻസിപ്പളാണെന്ന് വിചാരിച്ചിരിക്കണോ? എല്ലാത്തിനും പെർമിഷൻ ചോദിക്കുന്നത്. ശേഷേ, അയ്യോ, ഇന്നും എഴുന്നേറ്റില്ല. ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയേക്കാം. എന്തു പറ്റി? ലേറ്റ് ആയതുകൊണ്ട് ബഹളം വെച്ച് പോയതാ. സോറി. അത്രേ ഉള്ളായിരുന്നോ? അയ്യോ, ആരോ എന്തൊക്കെയോ വിചാരിച്ചു. സോറി. സാരല്ല, നിനക്ക് ഓൾറെഡി ലേറ്റ് ആയില്ലേ? ഞാൻ ചായ ലഞ്ചും പ്രിപ്പയർ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി അതൊക്കെ ചെയ്തു. നീ പോയി ഫ്രഷ് ആയിട്ട് കഴിക്കാൻ നോക്ക്.
ഇനി എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെളിയിൽ ഓർഡർ ചെയ്ത് കഴിച്ചോട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? നീ വലിയ എന്തോ ഗാനഗന്ധർവനാണെന്ന് എൻ്റെ വിചാരം. പാവം, അവളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തു. നീ എന്താടീ കാണിക്കുന്നേ? സൈലൻ്റ് ഡ്രസ് ചെയ്തിട്ട് പോകാൻ അറിയില്ല? എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കണേ. ശരി, ഞാൻ ഈവനിങ് ചിക്കൻ മേടിച്ചിട്ട് വരാം. നീ ചിക്കൻ കഴിക്കുമല്ലോ അല്ലേ? കഴിക്കാലോ. ഓ, കുഴപ്പമില്ല, രക്ഷപ്പെട്ടല്ലോ. എൻ്റെ മുത്തശ്ശി ഉണ്ടല്ലോ, ഇന്ന് കഴിക്കരുത് നാളെ കഴിക്കരുത് പറഞ്ഞ റൂൾസ് ഇട്ട് തന്നെ നശിപ്പിക്കും. ശരി, ഓക്കെ, ബൈ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓർഡർ ചെയ്തോളാം, ഞാൻ പറഞ്ഞില്ലേ. അതിനുള്ള പൈസ ഞാൻ അക്കൗണ്ട് അയച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുള്ള പറയണേ. ശരി, ബൈ. ബൈ. കുക്കിംഗ് കഴിഞ്ഞിട്ട് കിച്ചൺ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊരു രുചിയാ അതിന്. ദിവസവും അവൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയ എത്ര നന്നായിരിക്കും. എന്റെ അമ്മോ, അവൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് അഡ്വാൻറ്റേജ് എടുക്കരുത്. നാളെ ഒരു വഴക്കുണ്ടായാലോ? ഇതെടുത്തു പറഞ്ഞ് കേൾപ്പിക്കും. ഈ പാചകം ഒന്ന് പെട്ടെന്ന് പഠിച്ചെടുക്ക് ബാല. ഒരു മെസ്സേജ് അയച്ചാലോ? ഭക്ഷണം അടിപൊളിയാണെന്ന് പറഞ്ഞ്. ആഹാ, ഞാനിതിന് ആദ്യം മെസ്സേജ് അയക്കണം. അവൻ തന്നെ ചെയ്യട്ടെ, അപ്പൊ പറയാം ഭക്ഷണം അടിപൊളിയായിരുന്നു. അയ്യോ, അമ്മയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഭക്ഷണം ഉണ്ടാക്കിയത് അവനാണെന്ന് അറിഞ്ഞു കാണുന്നു തോന്നുന്നു. ഇന്നെനിക്ക് ശരിക്കും കിട്ടും, അത് ഉറപ്പാ. മുത്തശ്ശിയാണല്ലോ ഫോൺ ചെയ്യുന്നേ. മുത്തശ്ശി, സുഖം തന്നെയല്ലേ? ആ, സുഖം തന്നെ മോളെ. അല്ല, നിന്റെ ഭർത്താവ് എവിടെ? അദ്ദേഹം കുറച്ചു മുമ്പ് ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. അവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മടിക്കാതെ എന്നോട് പറയണേ. ഇല്ല മുത്തശ്ശി, ഇവിടെ ഒരു കുഴപ്പമില്ല. അല്ല മോളെ, രാത്രിയിലെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മുത്തശ്ശി. അതൊന്നുമല്ല മോളെ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കഴിയൂന്നുള്ള ചിന്തയായിരുന്നു. അതൊക്കെ നന്നായി കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞിനെയും കൂടി എന്റെ കയ്യിൽ തന്ന രാമകൃഷ്ണ എന്നും പറഞ്ഞ് ഞാനങ്ങ് പൊക്കോളാം. അത് ശരി, അപ്പൊ അതും പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയതല്ലേ? ഞങ്ങളുടെ കാലത്തൊക്കെ 5, 6 എന്നാ കുട്ടികളുണ്ടായിരുന്നു. നിങ്ങളുടെ കാലത്താണെങ്കിൽ 1, 2 അല്ലേ? കുറച്ചു ദിവസത്തിനുള്ളിൽ ആ നല്ല വാർത്ത എന്റെ കാതി കേട്ടാ എനിക്ക് അങ്ങ് ഒരുപാട് സന്തോഷാവും മോളെ. അവൻ നിന്നെ ശല്യം ചെയ്യുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും തന്നെയില്ല. എന്നാ ശരി മോളെ, ഞാൻ വെക്കട്ടെ. ശരി മുത്തശ്ശി, ബൈ. മുത്തശ്ശി, ഞങ്ങളിപ്പോ നമ്പർ കൈമാറിയതേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ കുഞ്ഞിന്റെ കാര്യം പറയുന്നോ? ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എന്റെ അമ്മോ, വൈഫ് പോസ്റ്റിനേക്കാളും അമ്മയുടെ പോസ്റ്റ് ആയിരിക്കും ഭയങ്കര ഭീകരമായിരിക്കുക. നോ. ഈശ്വരാ, രാവിലെ എന്ത് ക്യൂട്ടായിട്ടാ അവൻ നാണിച്ചേ. ഞാൻ പകലൊക്കെ സാരിയിലായിരിക്കും, ബട്ട് രാത്രി മാത്രം ഡ്രസ് ചേഞ്ച് ചെയ്യും. നിനക്കത് ഓക്കെ അല്ലേ? പണിയെടുത്ത മനുഷ്യന് ബോറടിക്കുന്നു. എന്താടാ ചിരിച്ചോണ്ടിരിക്കുന്നേ? അപ്പൊ രാത്രി ഫ്ലോ വർക്കൗട്ട് ആയല്ലേ? മനസ്സിലായി, ചോദിക്കാൻ പാടില്ലല്ലോ. എന്നാലും ഈ മുഖത്ത് എങ്ങനെയാ ഇത്ര ഗ്ലോയും സ്മൈലും ഒക്കെ വന്നത്? ഇത്രയും നാളും ഇങ്ങനത്തെ പെമ്പിളായിരിക്കും മ്യൂസിയത്തിലായിരിക്കും ഞാൻ വിചാരിച്ചു. ഇപ്പൊ നോക്കി ഈ പെണ്ണിന്റെ അടുത്ത് തന്നെ ഉണ്ടാ. ഇതെന്താ പറ്റിയേ പെട്ടെന്ന് പ്രശംസയൊക്കെ? അവൾ എന്ത് ഡ്രസ് ഇടണമെന്ന് എന്നോട് പെർമിഷൻ ചോദിക്കുവാടാ. ലക്കി ഭാസ്കറിലെ ഭാസ്കറിനേക്കാളും ലക്കിയാണല്ലോടാ നീ. ഇതുപോലൊരു ഭാര്യയെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം മോനെ. ഞാൻ പറയാൻ വന്നു. എന്ത്?
നൈറ്റ് സിന്ധു ഫോൺ ചെയ്തായിരുന്നു. വൈ ദാറ്റ് വിഷസർപ്പം കോൾഡ് യു? അറിയില്ലടാ, ഇവളെ അടുത്തുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. നീ ഹാപ്പി ആയിരിക്കുന്നത് അവൾക്ക് സഹിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് വേണമെന്ന് വെച്ച് ഡിസ്റ്റർബ് ചെയ്യാ. നീ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടല്ലോ. ആരെയാ ഇപ്പോൾ വിളിക്കുന്നത്? സിന്ധുവിന്. ഇപ്പോഴല്ലേടാ ഞാൻ നിന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞേ. പാവലടാ, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലടാ. ഇനി നല്ല ഫ്രണ്ടായിട്ടിരിക്കാന്നും അവളോട് പറഞ്ഞേക്കാം. നിനക്ക് നിന്നെപ്പറ്റി കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടുതലാടാ. ഛേ, ആ സിന്ധു നൈറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ സർപ്പം വിഷം തുപ്പിയെന്നാ തോന്നേ. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന കാര്യം മറക്കണ്ട. ഇനി ഒളിച്ചോടാനെങ്ങാനും ആണോ പ്ലാന്? നീ എന്തിനുള്ള പുറപ്പാടാ? ഇവനെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അതിന് മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അവളെന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് സംഭവിച്ചാലും ശരി, അവളെ നീ മീറ്റ് ചെയ്യാൻ പോകരുത്. നിന്റെ കല്യാണം കഴിഞ്ഞതാ. സിന്ധുവിന് കല്യാണം നിശ്ചയായെന്ന്. അപ്പൊ അതിന് മുന്നേ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോ? എടാ വേണ്ട, നീ പോകാൻ പാടില്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ല നീ. എന്നാ നീ മുഴുവനായിട്ടൊന്ന് പറ. അവളുടെ കല്യാണത്തിന് ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അവൾ കാണിച്ച് അവളെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറയാം അവള്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണോടാ? നീ കാണാൻ കുറച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ ക്യാരക്ടർ ഒരിക്കലും അങ്ങനെയുള്ളതല്ലടാ. എടാ, ഞാൻ നിന്നോട് തുടക്കം മുതലേ പറഞ്ഞല്ലേ അവള് നിനക്ക് ചേർന്നവളല്ലാന്ന്. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഞാൻ വാൺ ചെയ്യുമ്പോഴൊക്കെ നീ എന്തോ ഒരു ഡയലോഗ് അടിക്കുമായിരുന്നല്ലോ. ആ, ബാക്കി പെണ്ണുങ്ങളെ പോലെയല്ല സിന്ധു, ഡിഫറൻറ്റാ. എവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞേ. അവൾക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ലടാ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്, നിന്റെ വൈഫാണ് നിന്റെ ലൈഫ്. നീ വൈഫിനെ നന്നായിട്ട് നോക്കിയാ അവൾ നിന്നെ നന്നായിട്ട് നോക്കും. ഒരു കാര്യം ചെയ്യടാ, അവളെ ബ്ലോക്ക് ചെയ്തേക്കാം. സന്തോഷം. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അത് അവളുടെ കെട്ടിയോ നോക്കിക്കോളും. നീ ബ്ലോക്ക് ചെയ്തിട്ട് നിന്റെ കാര്യം നോക്ക്. ഛേ, എത്രയെന്ന് വെച്ചാൽ ഒരുത്തനെ ഇങ്ങനെ ഉപദേശിക്കുന്നേ. ബ്ലോക്ക്ഡ്. ചെറുപ്പം തൊട്ട് അച്ഛനും അമ്മയും തന്ന ഗിഫ്റ്റ്സ് ഒക്കെ എപ്പോഴും ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ ആ ബെസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ അത് വെറും തോന്നലാന്ന് മനസ്സിലായി. ഇവനെ കാണാൻ കുറച്ച് ഹാഷായിട്ട് തോന്നുമെങ്കിലും സ്വഭാവം കൊണ്ട് ആള് വെറും ഒരു പാവമായിട്ടാ തോന്നുന്നത്. കുട്ടിക്കാലം തൊട്ട് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നുള്ള കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കും. വിശ്വയുടെ കാര്യത്തിലും എനിക്ക് അതുപോലെ തന്നെയാ. ഹീസ് ടു സ്വീറ്റ്, ടു കാം, ടു ഫണ്ണി. കാര്യങ്ങളൊക്കെ ഇപ്പൊ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കുറച്ചായിട്ട് ഹീസ് ഗിവിംഗ് മീ ബട്ടർഫ്ലൈസ്. കാത്തിരുന്ന് കാണാം ആ ബട്ടർഫ്ലൈസിന് വേണ്ടി ഗോഡ് എന്നെ റെഡിയാക്കോ ഇല്ലയോ എന്ന്. പക്ഷെ മുത്തശ്ശി ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫിനൊരു ബ്രേക്ക് ഇടുമെന്നാ എന്റെ പേടി. ഞാൻ എന്തായാലും ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ചിക്കൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം രാവിലെ ഉണ്ടാക്കിയതുപോലെ ടേസ്റ്റി ആയിരിക്കോ അതോ ആവറേജ് ആയിരിക്കോ എന്ന്. ആളെത്തിയെന്ന് തോന്നുന്നു. ഹായ്. ഹായ്. ഒരു 10 മിനിറ്റ് ഞാൻ റെഡി ആയിട്ട് വരാമേ. റൈസ് വെച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി റൈസ് വെച്ചു കഴിഞ്ഞു. ഓ, എന്നാൽ ഒരു 10 മിനിറ്റ് ഞാൻ വന്നിട്ട് ചിക്കൻ ഉണ്ടാക്കാം. ശരി. എന്തുപറ്റി? ആള് വളരെ ഡല്ലാണല്ലോ. ചോദിച്ചാലോ? ഒരു ഹാഫ് ആൻ അവറേ, ഇപ്പം തീരും. എന്താ അതിനുള്ളിൽ തന്നെ എല്ലാം കണ്ടിച്ചു വെച്ചല്ലോ. കുക്കിംഗ് അറിയില്ലെന്നേ പറഞ്ഞോളൂ. ചോപ്പിംഗ് നന്നായിട്ട് ചെയ്യും. നൈസ്. കുഴപ്പമില്ല, താൻ പോയിരുന്നോ? ഞാൻ തന്നെ ചെയ്തോളാം. സാരല്ല, ഇത് ചെയ്യുന്നാണ്ട് പഠിച്ചിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ട്രൈ ചെയ്യാം. ശരി. ചോദിച്ചു നോക്കിയാലോ? വിശ്വ, കണ്ടിട്ട് ഭയങ്കര ടയർഡാണെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഒന്നുമില്ല, ഇന്ന് ഓഫീസിൽ കുറച്ച് വർക്ക് ലോഡ് പതിവായിരുന്നു, അതാ ടയർഡായിട്ട് തോന്നേ. ഓക്കെ, അത്രയ്ക്ക് ടയർഡാണെങ്കിൽ
ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. അതെങ്ങനെ ഉണ്ടാക്കണം എന്നോട് പറഞ്ഞാൽ മാത്രം മതി. അത്രയ്ക്ക് ടയർഡൊന്നും അല്ല നീ, ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കാം. നീ മാറ്. ഉറപ്പാണോ? പക്ക. നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഓക്കെ അല്ലേ? പിന്നെ കോളമായെന്ന് പറഞ്ഞ് ഞാൻ ഉത്തരവാദിത്വം എടുക്കൂല. ഡോണ്ട് വറി, ഞാനും പഠിച്ചോളാം. ഓക്കെ അല്ലേ? ശരി. ഇപ്പൊ ആ ചിക്കൻ എടുത്ത് അതിനകത്തോട്ടോ. ആ ഈ പിടുവാണെങ്കിൽ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഞാനാ. ആ വിശ്വ, ഒരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ ഓരോന്നോരോന്നെ ചോദിക്കാതെ എന്താണെങ്കിലും നേരിട്ട് ചോദിക്കുക. ഡു യു ഡ്രിങ്ക്? സാരമില്ല, ഞാൻ ജഡ്ജ് ചെയ്യൊന്നുമില്ല. പറഞ്ഞോ. ഐ ഡ്രിങ്ക്. യാ ഐ ഡ്രിങ്ക്. എന്തിനാ ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. ഇന്ന് ഫ്രൈഡേ നൈറ്റ് അല്ലേ? എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രൈഡേ നൈറ്റാ കുടിക്കാറുള്ളത്. അതുകൊണ്ടാ ചോദിച്ചത്. കഴിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാ എന്താ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ആൻഡ് കുടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കുടിച്ചിട്ട് അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഐ ആം എ വെരി റെസ്പോൺസിബിൾ ഡ്രിങ്കർ. ഞാൻ നന്നായിട്ട് കുടിച്ചിട്ട് ക്യൂട്ടായിട്ട് കിടന്നുറങ്ങും. ശരി, എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഡു യു ഡ്രിങ്ക്? അങ്ങനെ ചോദിച്ചാ ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ ചാൻസ് കിട്ടിയില്ല. ഇനി ഇപ്പൊ എങ്ങനെ കിട്ടിയ ഓക്കെയാണോ? വിൽ യു ഡ്രിങ്ക്? അല്ല, അത് പിന്നെ അത് കഴിക്കുമെന്ന് കേട്ടു. അപ്പൊ നിനക്ക് ഓക്കെ ആണോ അത്? അല്ല, ഓക്കെ ആണ്, ബട്ട് അതിന് കയ്പായിരിക്കില്ലേ? അതിനൊക്കെ എൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഞാനിപ്പോൾ പോയിട്ട് വരാം. ചിൽഡ് ബിയർ മേടിച്ചോണ്ട് വരാം. സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറിയും ഉണ്ട്. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നോക്കോ. ആ കറി റെഡി ആയല്ലോ. ഞാൻ പോയി ബിയർ മേടിച്ചോണ്ട് വരാം. നമുക്ക് തുടങ്ങാം. ഇതാ നോക്ക്, ആദ്യം ഞാനൊന്ന് കുടിച്ചു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുക്കൂ, അല്ലെങ്കിൽ I'll just give you company. ഡൺ. എന്നാ കുടിക്കാം. ഒടുക്കത്തെ കയ്പായിരിക്കുന്നു തോന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന്. സൊല്യൂഷൻ. ജിലേബിയോ? യെസ്, ഇറ്റ്സ് മൈ ഫേവറേറ്റ് സ്റ്റഫ് വിത്ത് ബിയർ. അറിയോ നിനക്ക്? ഓക്കെ. ഇങ്ങനെ ഒരു കൂളിംഗ് ബിയർ കുടിച്ചിട്ട് ഇച്ചിരി ജിലേബി എടുത്ത് വായിൽ വെച്ചാണല്ലോ സ്വർഗത്തിൽ പോവാം. ട്രൈ ചെയ്ത്. ഓക്കെ. ഒരു മിനിറ്റ്. ചിയേഴ്സ് പറഞ്ഞില്ലല്ലോ. Cheers. Cheers. ജിലേബി. എങ്ങനെയുണ്ട്? കൊള്ളാലോ. ആക്ച്വലി വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞ് ചിക്കൻ കഴിച്ചോണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടാവും. ഇവിടെ കൊറോണ പറഞ്ഞ് ഞാൻ മേടിച്ചോണ്ട് വന്ന എന്റെ പേരും കൊണ്ട് ഇപ്പൊ പിടിച്ചു കൊടുക്കും തോന്നല്ലോ. അയ്യോ. ഭല എന്താ വിശ്വ, എന്താ എനിക്ക് എല്ലാം ഇങ്ങനെ കാണുന്നേ? നീ ഇതെന്താ ഭയങ്കര ബ്ലറായിട്ട് കാണുന്നത്? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. മൈ ഐസ് പെർഫെക്റ്റ്. ഇതിനെയാണ് പൂസ് എന്ന് പറയുന്നത്. ബാല, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വളരെ നന്നായിട്ടുണ്ട് വിശ്വ.
അത് ശരി, എനിക്ക് ഒരു ബിയറും കൂടെ കിട്ടുമോ പ്ലീസ്? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വണ്ടി ഓടിക്കാം. നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് പോയിട്ട് വാങ്ങിച്ചോണ്ട് വന്നേക്കാം. പ്ലീസ്, ഒരൊറ്റ ബിയർ മതി. ഇവക്ക് വെറുതെ ജിലേബി കൊടുക്കണ്ടായിരുന്നു. ഒരു ബിയറിലിങ്ങനാണെങ്കിൽ എന്റെ ബിയറും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഔട്ട്. ദൈവമേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. വിശ്വ പ്ലീസ്, ഒരൊറ്റ ബിയർ, എന്റെ ടീഷർട്ട് ഒരു ബിയർ മതി വിശ്വ.